നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി അത്ര നിസ്സാരക്കാരനല്ല എന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. ഇയാൾ പല രീതിയിൽ ജയിൽ ചാടാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ചും സമനില തെറ്റിയ ആളെപ്പോലെ അഭിനയിച്ചും ആത്മഹത്യ ഭീഷണി മുഴക്കിയും സെല്ലിനകത്ത് നിരാഹാരം കിടന്നുമൊക്കെയായിരുന്നു ഇയാളുടെ ജയിലിൽ ചാടാനുള്ള അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തു പോകാനുള്ള പരോൾ ലഭിക്കാനുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ. ഇതൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതെല്ലാം കൂടി പുറത്തു വരികയാണ്. പൂജപ്പുര ജയിലിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യാ ശ്രമം ഇയാൾ നടത്താറുണ്ടായിരുന്നു. ഏകദേശം 6 തവണയെങ്കിലും ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. പക്ഷേ ഇയാളൊക്കെ തന്നെ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതിനാൽ തന്നെ അത്ര കാര്യമായി ഇയാൾക്കൊന്നും സംഭവിച്ചിരുന്നില്ല എന്നും പറയുന്നു. പ്രഭാത കർമ്മങ്ങൾക്കും മറ്റുമായി പുറത്തിറങ്ങുമ്പോൾ ഇയാൾ ഇടനാഴിയിൽ കയറുകയും എല്ലാവരും കാണെ മേൽക്കൂരയിലെ കഴുക്കോലിൽ ഒറ്റ കൈകൊണ്ട് മുണ്ട് കെട്ടാൻ ശ്രമിച്ചപ്പോൾ ജയിൽ ജീവനക്കാരും മറ്റ് തടവുകാരും ചേർന്ന മുണ്ട് പിടിച്ചു വാങ്ങുകയായിരുന്നു. പിന്നീട് ധരിക്കാൻ ബർമുട നൽകുകയും ചെയ്തു. ഒറ്റയ്ക്ക് പാർക്കുന്ന സെല്ലിൽ ആദ്യകാലത്ത് 3 പൂച്ചകളായിരുന്നു ഗോവിന്ദച്ചാമിയുടെ കൂട്ട്: അമ്മു, കുട്ടാപ്പി, മുരുകൻ. 2014 ജയിലിൽ നിന്ന് പൂച്ചകളെ ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് കടന്നപ്പോഴാണ് ഇവയെ ഒഴിപ്പിച്ചത്. ഗോവിന്ദച്ചാമി എതിർത്തതോടുകൂടി ബലപ്രയോഗത്തിലൂടെയാണ് 3 എണ്ണത്തെയും പിടികൂടിയത്. മുരുകനെയെങ്കിലും വിട്ടുതരണമെന്ന അപേക്ഷ പരിഗണിക്കാതെ പൂച്ച വിമുക്ത ജയിലിലായുള്ള നടപടി തുടർന്നു. ഒറ്റയ്ക്കൊരു സെല്ലിൽ കഴിയുന്നവരിൽ പലർക്കും അന്ന് പൂച്ചയെ വളർത്തുന്ന ശീലമുണ്ടായിരുന്നു. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ ശിക്ഷാ കാലാവധി ഏതാണ്ട് അവസാനിക്കാറായിട്ടും ഗോവിന്ദച്ചാമിക്ക് മാനസാന്തരം ഉണ്ടായിട്ടേയില്ല. 2011 നവംബർ 11-നാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത്. അതീവ സുരക്ഷയുള്ള 10-ാം നമ്പർ ബ്ലോക്കിലെ ഡി സെല്ലിലാണ് പാർപ്പിച്ചിരുന്നത്. കേരളം നടുങ്ങിയ കൊടും ക്രൂരതയെപ്പറ്റി സഹതടവുകാരും ജയിൽ ജീവനക്കാരും കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ അവരുടെ കയർത്തും അവരോട് ക്ഷുഭിതനായും പൊട്ടിത്തെറിക്കുന്ന ഗോവിന്ദച്ചാമിയെ കാണാറുണ്ട് എന്ന് ജീവനക്കാർ തന്നെ പറയുന്നു. മറ്റു ചിലപ്പോൾ ചിരിച്ചുകൊണ്ടായിരിക്കും ഇതിനൊക്കെ തന്നെ പ്രതികരിക്കുക. തന്റെ മാനസിക നില തകരാറിലാണ് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇയാൾ പലപ്പോഴും ശ്രമം നടത്തിയിരുന്നു. കുറ്റബോധത്തിന്റെ കണിക പോലും ആ മുഖത്ത് കാണാറില്ല. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും മുറുകെ പിടിക്കുന്നുമുണ്ട്. തമിഴ്നാട്ടിലെ ഒരു മന്ത്രവാദിയുടെ അനുഗ്രഹമുണ്ടെന്നും തന്നെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല എന്നും ഗോവിന്ദച്ചാമി ഇടയ്ക്കിടയ്ക്ക് പറയും. ജയിൽ ജീവനക്കാരോട് നിരന്തരം കലഹിക്കുന്ന സ്വഭാവങ്ങളിൽ ഒന്നാണ് ഗോവിന്ദച്ചാമിയുടേത്. മാത്രമല്ല, ഇയാളെ കാണേണ്ട ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന മന്ത്രവാദി ജയിലിലേക്ക് വന്നിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാലും ജയിൽ ജീവനക്കാരോട് നിരന്തരം കലഹിക്കുന്ന സ്വഭാവമാണെങ്കിലും അടുത്ത കാലത്തായി ശാന്തനായിരുന്നു. ജയിൽ ചാടുക എന്ന ആഗ്രഹം എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. ഗോവിന്ദച്ചാമി സുഖ സൗകര്യങ്ങൾക്കും നല്ല ഭക്ഷണത്തിനും വേണ്ടി ജയിൽ ജീവനക്കാരുമായി നിരന്തരം വഴക്കിടും. തനിക്ക് കൃത്രിമ കൈ വേണമെന്ന് അന്നത്തെ ജയിൽ DGPയോട് നേരിട്ട് ആവശ്യപ്പെടുകയും നിവേദനം നൽകുകയും ചെയ്തു. ബീഡി വലിക്കുന്ന ശീലമുള്ള തനിക്ക് ദിവസവും ബീഡി നൽകണമെന്നായിരുന്നു മറ്റൊരാവശ്യം. പറ്റില്ലെന്ന് പറഞ്ഞ ജീവനക്കാരോട് തമിഴ്നാട്ടിലെ ജയിലിൽ ഇതൊക്കെ കിട്ടുമെന്നും ജയിൽ ചട്ടങ്ങൾ തനിക്ക് ബാധകമല്ല എന്നും ഭീഷണിപ്പെടുത്തി. മറ്റു തടവുകാരെ പറ്റി നിരന്തരം പരാതിയുമായി അധികൃതരെ സമീപിക്കുന്നതും ഇയാളുടെ രീതിയായിരുന്നു. ദിവസവും ബിരിയാണി ആവശ്യപ്പെട്ട് ഇയാൾ ഒരു ദിവസം നിരാഹാരം കിടന്നു. പിറ്റേന്ന് ഉച്ചയ്ക്ക് സെല്ലിനു മുന്നിലെ വരാന്തയിൽ നിരത്തിവെച്ച പാത്രത്തിൽ മട്ടൻ കറി വിളമ്പുന്നത് കണ്ടതോടുകൂടി അയഞ്ഞു. മണപ്പിച്ച് പ്രകോപിപ്പിക്കാനായി കറി പാത്രത്തിൽ നിറയ്ക്കുന്നത് ഇയാളുടെ സെല്ലിന് മുന്നിലേക്ക് മാറ്റുകയായിരുന്നു. മണമടിച്ചതോടുകൂടി ഗോവിന്ദച്ചാമി ലോഹ്യം പറയാനെത്തി. നിരാഹാരം അവസാനിപ്പിച്ചതായി എഴുതി നൽകണമെന്ന് ജീവനക്കാർ പറഞ്ഞതനുസരിച്ച് മട്ടൻ കറി കഴിച്ച് സമരം അവസാനിപ്പിച്ചു. എല്ലാ ശനിയാഴ്ചയും 210 ഗ്രാം ആട്ടിറച്ചി തടവുകാർക്ക് നൽകാറുണ്ട്. അതേ ഇയാൾക്കും നൽകാറുള്ളൂ. രാത്രി പൊറോട്ടയും കോഴിക്കറിയും കഞ്ചാവും വേണമെന്ന് ഇയാൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം പുലർച്ചെ തന്നെ ജയിലിലെ നടപടികൾ പൂർത്തിയാക്കി ശക്തമായ സുരക്ഷയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ജയിലിൽ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറ്റി ഇയാളെ വിയൂരിലേക്ക് മാറ്റും. സുരക്ഷാ വീഴ്ച ഉണ്ടായതിനെ തുടർന്ന് ഗോവിന്ദച്ചാമിയെ ജയിൽ മാറ്റാൻ ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു. ജയിൽ മേധാവിയും വീഴ്ച സമ്മതിച്ചിരുന്നു. 4 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ ദ്രുതകർമ്മസേനയുടെ വാഹനത്തിലാണ് ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോകുന്നത്. വാഹനം കടന്നുപോകുന്ന സ്റ്റേഷൻ പരിധികളിലെല്ലാം കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജീവിതം മടുത്തതിനാലാണ് ജയിൽ ചാടിയത് എന്നാണ് ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞത്. ജയിൽ ചാടി പിടിക്കപ്പെട്ടാൽ കണ്ണൂർ ജയിലിൽ നിന്ന് മറ്റേതെങ്കിലും ജയിലിലേക്ക് മാറ്റുമെന്ന വിവരം ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചുവെന്നാണ് വിവരം. അല്ലെങ്കിൽ ഇതര സംസ്ഥാനത്തേക്ക് കടക്കാനായിരുന്നു പ്ലാൻ. 2011 നവംബർ 11-നായിരുന്നു ഇതിനെല്ലാം ഈ ഗോവിന്ദച്ചാമി ആരാണ് എന്ന് കേരളം അറിഞ്ഞ ആ ഞെട്ടിക്കുന്ന സംഭവം നടന്നത്.